വെൽക്കം ടു KF ഫോക്കസ്. ഇന്ന് കെമിസ്ട്രിയാണ്, പ്ലസ് കെമിസ്ട്രി, ഇലക്ട്രോ കെമിസ്ട്രിയാണ്. നമ്മൾ ഓൾറെഡി അതിൻ്റെ ഒരു ക്ലാസ് കഴിഞ്ഞ ദിവസം ഡാനിയൽ സെല്ലിൻ്റെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം ഡാനിയൽ സെല്ലിനെ കുറിച്ച് അതിൻ്റെ ഡാനിയൽ സെൽ എങ്ങനെ വരയ്ക്കാം, അതിൻ്റെ അകത്ത് ആനോഡ് കാഥോഡ് റിയാക്ഷൻസ് എന്തൊക്കെയാണ്, ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം, അതുപോലെ തന്നെ അതിൻ്റെ നേൺസ് ഇക്വേഷൻ എങ്ങനെ എഴുതാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. ഇനി ഈ ചാപ്റ്ററിൻ്റെ കൂടുതൽ ക്വസ്റ്റ്യൻസിൻ്റെ എക്സാം ബേസിസിലുള്ള കൂടുതൽ ടോപ്പിക്സും ക്വസ്റ്റ്യൻസിൻ്റെയും വീഡിയോസും ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ വീഡിയോയിലും ലിങ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോയിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. കൂടുതൽ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ അതിനകത്തും കിടപ്പുണ്ട് കേട്ടോ, നോക്കിയേക്കണേ. അപ്പോൾ ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിലേക്ക് കയറാം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ തുടങ്ങുന്നത് കൊളറാഷ്യസ് ലോ എന്നാണ്. എന്താ കൊളറാഷ്യസ് ലോ പറയുന്നത്? Molar conductivity of an electrolyte at infinite dilution is equal to the sum of the molar conductivity of its constituent ions. അതായത് കൊളറാഷ്യസ് ലോ പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഒരു ഇലക്ട്രോലൈറ്റിൻ്റെ മോളാർ കണ്ടക്ടിവിറ്റി അറ്റ് ഇൻഫൈനൈറ്റ് ഡൈലൂഷൻ എന്ന് പറയുന്നത്, മോളാർ കണ്ടക്ടിവിറ്റി അറ്റ് ഇൻഫൈനൈറ്റ് ഡൈലൂഷൻ എന്ന് പറയുന്നത് എന്തിനൊക്കെ ഈക്വൽ ആയിരിക്കും? അതിനകത്തുള്ള കോൺസ്റ്റിറ്റ്യൂവൻ്റ് അയോൺസ് എന്ന് പറയുമ്പോഴത്തേക്ക് ആരൊക്കെ വരും? കാറ്റയോണും ആനയോൺസിൻ്റെയും അല്ലേ? ആനയോൺസിൻ്റെയും മോളാർ കണ്ടക്ടിവിറ്റി അറ്റ് ഇൻഫൈനൈറ്റ് ഡൈലൂഷന് ഈക്വൽ ആയിരിക്കും. ഇതാണ് കൊളറാഷ്യസ് ലോ പറയുന്നത്. രണ്ടും എഴുതും കേട്ടോ, ലാംഡ എന്നും എഴുതും, ഇങ്ങനെ എഴുതാറുണ്ടേ. അതിനകത്ത് ഏതാ നിങ്ങൾ യൂസ് ചെയ്യുന്നത് വെച്ചാൽ ആ ലെറ്റർ എഴുതിക്കോളൂ, കുഴപ്പമില്ല. അതായത് കൊളറാഷ്യസ് ലോ പറയുന്നത് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് ആൻ ഇലക്ട്രോലൈറ്റ് at infinite dilution is the sum of molar conductivity of its constituent ions. ഈ കോൺസ്റ്റുവൻ്റ് അയോൺസ് കൊണ്ട് മീൻ ചെയ്യുന്നത് അതിനകത്തുള്ള കാറ്റയോണും ആനയോണും. അതിനകത്തുള്ള കാറ്റയോണും ആനയോണുമാണ് കോൺസ്റ്റുവൻ്റ് അയോൺസ് കൊണ്ട് അവിടെ മീൻ ചെയ്യുന്നത്. ക്ലിയർ ആയോ? ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പം NaCl എടുക്കുകയാണ്. അറ്റ് ഇൻഫൈനൈറ്റ് ഡൈലൂഷൻ കാണിക്കാനാണ് നമ്മളിവിടെ മുകളിലൊരു 0 കൊടുക്കുന്നത് എന്ന് പറയുമ്പം ഇത് Na+ൻ്റെ മോളാർ കണ്ടക്ടിവിറ്റി അറ്റ് ഇൻഫൈനൈറ്റ് ഡൈലൂഷൻ പ്ലസ് Cl- മോളാർ കണ്ടക്ടിവിറ്റി അറ്റ് ഇൻഫൈനൈറ്റ് ഡൈലൂഷന് ഈക്വൽ ആയിരിക്കും. ക്ലിയർ ആയോ? ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചോണം. എക്സാമിന് എഴുതാൻ ചോദിക്കാറുള്ളതാണ്. ഓക്കെ, ആണെങ്കിൽ അതിൻ്റെ അടുത്ത പാർട്ട് എന്ന് നോക്കിയാൽ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി എന്താണെന്ന്. മോളാർ കണ്ടക്ടിവിറ്റി അറ്റ് ഇൻഫൈനൈറ്റ് ഡൈലൂഷൻ അല്ലെങ്കിൽ മാക്സിമം ഡൈലൂഷനിലുള്ള മോളാർ കണ്ടക്ടിവിറ്റിക്കാണ് എന്ത് പറയുന്നത്? ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. അതായത് മോളാർ കണ്ടക്ടിവിറ്റി മാക്സിമം ഡൈലൂഷനിൽ വരുന്ന മോളാർ കണ്ടക്ടിവിറ്റി അറ്റ് മാക്സിമം ഡൈലൂഷൻ, അല്ലെങ്കിൽ എന്ത് പറയാം? ഇൻഫൈനൈറ്റ് ഡൈലൂഷൻ. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. അതായത് ഡൈലൂഷൻ കൂടുന്നതനുസരിച്ച് മോളാർ കണ്ടക്ടിവിറ്റിയും എന്ത് ചെയ്തുകൊണ്ടിരിക്കും? കൂടിക്കൊണ്ടേയിരിക്കും. അതായത് ഡൈലൂഷൻ കൂടുന്നതനുസരിച്ച് കൂടുന്നതിനനുസരിച്ച്
മോളാർ കണ്ടക്ടിവിറ്റി എന്ത് ചെയ്തുകൊണ്ടിരിക്കും? കൂടിക്കൊണ്ടേയിരിക്കും. എന്നിട്ട് ഇത് മാക്സിമത്തിലെത്തും. എപ്പോഴാണ് മാക്സിമത്തിലെത്തുന്നത്? ഇൻഫൈനൈറ്റ് ഡൈലൂഷനിൽ. അതായത് ഡൈലൂഷൻ കൂടുന്നതനുസരിച്ച് മോളാർ കണ്ടക്ടിവിറ്റി കൂടിക്കൂടി വരും. എന്നിട്ട് അതൊരു മാക്സിമത്തിൽ അല്ലെങ്കിൽ മാക്സിമം വാല്യൂ, കോൺസ്റ്റന്റ് വാല്യൂവിൽ എത്തിച്ചേരും. ഇതൊരു മാക്സിമം അല്ലെങ്കിൽ ഒരു കോൺസ്റ്റന്റ് വാല്യൂവിൽ എത്തിച്ചേരും. ആ കോൺസ്റ്റന്റ് വാല്യൂവിനെയാണ് വാല്യൂവിൽ എത്തിച്ചേരുമ്പോൾ, അതായത് ഇൻഫൈനൈറ്റ് ഡൈലൂഷനിലാണ് അതൊരു മാക്സിമം അല്ലെങ്കിൽ കോൺസ്റ്റന്റ് വാല്യൂവിൽ എത്തിച്ചേരുന്നത്. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്താ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്? മോളാർ കണ്ടക്ടിവിറ്റി അറ്റ് ഇൻഫൈനൈറ്റ് ഡൈലൂഷൻ ഈസ് കോൾഡ് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി. ഓൺ ഇൻക്രീസിംഗ് ഡൈലൂഷൻ മോളാർ കണ്ടക്ടിവിറ്റി ഓൾസോ ഇൻക്രീസസ് ആൻഡ് അറ്റൈൻസ് മാക്സിമം വാല്യൂ or become constant. That value is called limiting molar conductivity. Okay. On dilution, molar conductivity increases and becomes constant on infinite dilution. ഇതിനെയാണ് എന്ത് വിളിക്കുന്നത്? മോളാർ കണ്ടക്ടിവിറ്റി അറ്റ് ഇൻഫൈനൈറ്റ് ഡൈലൂഷൻ അല്ലെങ്കിൽ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി. Next is the variation of limiting molar conductivity on dilution. അതായത് നമ്മളിവിടെ സ്ട്രോങ് ഇലക്ട്രോലൈറ്റിനും വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെയും മോളാർ കണ്ടക്ടിവിറ്റിയുടെ വേരിയേഷൻ എങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കുന്നത് ഇൻഫൈനൈറ്റ് ഡൈലൂഷനിൽ. സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് കോൺസെൻട്രേഷൻ, ഇവിടെ മോളാർ കണ്ടക്ടിവിറ്റി. കോൺസെൻട്രേഷൻ കൂടുന്നതിനനുസരിച്ച് അതായത് ഡൈലൂഷൻ കൂടുന്നതിനനുസരിച്ച്, കോൺസെൻട്രേഷൻ കൂടുന്നതിനനുസരിച്ച് എന്ന് പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ പറഞ്ഞു വരുമ്പോൾ കൺഫ്യൂഷൻ വരും. കാരണം നമ്മളിവിടെ പറയുന്നത് മുഴുവൻ ഡൈലൂഷൻ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ തിരിച്ച് നമ്മൾ കോൺസെൻട്രേഷനെ ബേസ് ചെയ്ത് പറയാൻ പോകണ്ട, പോയി കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ആവും. അതുകൊണ്ടാണ് അവിടെ കൊണ്ടങ്ങ് സ്റ്റോപ്പ് ചെയ്തത്. നമുക്ക് ഡൈലൂഷനെ ബേസ് ചെയ്ത് തന്നെ പറയാം. അതായത് ഡൈലൂഷൻ കൂടുന്നതിനനുസരിച്ച്, ഡൈലൂഷൻ കൂടുക എന്ന് പറയുമ്പോഴത്തേക്കും കോൺസെൻട്രേഷൻ എന്ത് ചെയ്യണം? കുറഞ്ഞു വരണം അല്ലേ? ഡൈലൂഷൻ കൂടുക മീൻസ് കോൺസെൻട്രേഷൻ കുറഞ്ഞു വരിക. കോൺസെൻട്രേഷൻ കുറയും തോറും ഡൈലൂഷൻ കൂടും. അതായത് ഇവിടെ പറയുന്നത് മോളാർ കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കും. എന്നിട്ട് ഈ ലൈൻ നമ്മൾ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി കിട്ടും. അപ്പോൾ സ്ട്രോങ് ഇലക്ട്രോലൈറ്റിനെ സംബന്ധിച്ചിടത്തോളം ഡൈലൂഷൻ കൂടുന്നതിനനുസരിച്ച്, ഡൈലൂഷൻ കൂടുക എന്ന് പറയുമ്പോഴത്തേക്ക് കോൺസെൻട്രേഷൻ കുറഞ്ഞു വരണം അല്ലേ? ഡൈലൂഷൻ കൂടുക എന്ന് പറയുമ്പോഴത്തേക്ക് കോൺസെൻട്രേഷൻ കുറഞ്ഞു വരണം. അപ്പോൾ ഡൈലൂഷൻ കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? മോളാർ കണ്ടക്ടിവിറ്റി കൂടിക്കൂടി വരും. കാര്യം എന്താ? അയോൺസിന്റെ എണ്ണം കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ഫ്രീ അയോൺസിന്റെ എണ്ണം കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കണ്ടക്ടിവിറ്റിയും ഇൻക്രീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. എന്നിട്ട് അതൊരു മാക്സിമം വാല്യൂയിൽ, ഒരു കോൺസ്റ്റന്റ് വാല്യൂവിലെത്തും. അതിനെയാണ് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. ഇനി ഇത് തന്നെ വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ കേസ് വരുമ്പോഴോ, വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ കേസ് വരുമ്പോൾ again concentration term and molar conductivity. ഇവിടെ നമുക്ക് ഗ്രാഫ് കിട്ടുന്നത് ഇങ്ങനെയായിരിക്കും. ഇനി വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ കേസിൽ നമുക്ക് ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ അങ്ങ് പോകുന്നേ ഉള്ളൂ. നമുക്ക് എന്ത് കിട്ടത്തില്ല? ലാംഡ ഇൻഫൈനൈറ്റ് ഡൈലൂഷനിലുള്ള മോളാർ കണ്ടക്ടിവിറ്റി കിട്ടത്തില്ല. ലാംഡ 0m നമുക്ക് ഇവിടെ നിന്ന് കിട്ടത്തില്ല.
λ0m നമുക്ക് ഈ ഗ്രാഫിൽ നിന്ന് കിട്ടത്തില്ല. ഇവിടെ നമ്മൾ എന്ത് തന്നെ അപ്ലൈ ചെയ്യേണ്ടി വരും? കൊളറാഷ്യസ് ലോ തന്നെ അപ്ലൈ ചെയ്യേണ്ടി വരും. കൊളറാഷ്യസ് ലോ അപ്ലൈ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ എന്ത് കിട്ടത്തുള്ളൂ? മോളാർ കണ്ടക്ടിവിറ്റി അറ്റ് ഇൻഫൈനൈറ്റ് ഡൈലൂഷൻ കിട്ടത്തുള്ളൂ. അതേസമയം സ്ട്രോങ് ഇലക്ട്രോലൈറ്റിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആ ഗ്രാഫ് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് മീറ്റ് ചെയ്യുന്നത്, y ആക്സിസിൽ മീറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ മോളാർ കണ്ടക്ടിവിറ്റി നമ്മൾ എവിടെയാണോ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് അവിടെ മീറ്റ് ചെയ്യുന്നിടത്ത് നമുക്ക് എന്ത് കിട്ടും? മോളാർ കണ്ടക്ടിവിറ്റി അറ്റ് ഇൻഫൈനൈറ്റ് ഡൈലൂഷൻ നമുക്ക് കിട്ടും. ക്ലിയർ ആയോ? നമ്മൾ ഈ ഗ്രാഫ് നമ്മൾ കോമൺ ആയിട്ട് വരയ്ക്കാൻ പോവുകയാണെങ്കിൽ കോൺസെൻട്രേഷൻ λm സ്ട്രോങ് ഇലക്ട്രോലൈറ്റിനാണെങ്കിൽ ഇങ്ങനെയായിരിക്കും. അത് എക്സ്റ്റെൻഡ് ചെയ്താൽ മീറ്റ് ചെയ്യുന്നിടം. ഓക്കെ. ഇനി വീക്ക് ഇലക്ട്രോലൈറ്റ് ആണെങ്കിലോ ഇങ്ങനെ അങ്ങ് പോകത്തേ ഉള്ളൂ ഗ്രാഫ്. ഇവിടെ ഇത് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആണ്, ഈ വരച്ചിരിക്കുന്നത് വീക്ക് ഇലക്ട്രോലൈറ്റ് ആണ്. ഇത്രയും ക്ലിയർ ആയോ? ഇത് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്, ഇത് വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെത്. സ്ട്രോങ് ഇലക്ട്രോലൈറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇൻഫൈനൈറ്റ് ഡൈലൂഷൻ നമുക്ക് ഗ്രാഫിൽ നിന്ന് തന്നെ കിട്ടും. വീക്ക് ഇലക്ട്രോലൈറ്റിന് കിട്ടത്തില്ല. ആരെ അപ്ലൈ ചെയ്യേണ്ടി വരും? കൊളറാഷ്യസ് ലോ നമ്മൾ അപ്ലൈ ചെയ്തെങ്കിൽ മാത്രമേ നമുക്കത് കിട്ടത്തുള്ളൂ. ക്ലിയർ ആയല്ലോ അല്ലേ? പഠിച്ചിട്ടോണം, ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓൾറെഡി കുറേ ക്വസ്റ്റ്യൻസ് നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ തന്നേക്കാം, നോക്കാൻ മറന്നു പോകരുത്. അതുപോലെ വൺസ് അഗെയിൻ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒരു ലൈക്ക്, ഒരു ഷെയർ, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണം കേട്ടോ. നെക്സ്റ്റ് നമ്മൾ കൊളറാഷ്യസ് ലോയുടെ ആപ്ലിക്കേഷൻസ് ആണ് നോക്കുന്നത്. ഫസ്റ്റ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് മോളാർ കണ്ടക്ടിവിറ്റി അല്ലെങ്കിൽ ഇക്വലന്റ് കണ്ടക്ടിവിറ്റി, മോളാർ കണ്ടക്ടിവിറ്റി ഇക്വലന്റ് കണ്ടക്ടിവിറ്റി ഓഫ് വീക്ക് ഇലക്ട്രോലൈറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് നമുക്ക് കൊളറാഷ്യസ് ലോ അപ്ലൈ ചെയ്യാം. വി ക്യാൻ ഫൈൻഡ് ഔട്ട് ഇക്വലന്റ് conductivity or molar conductivity of weak electrolytes by applying Colratius law. ഒരു എക്സാമ്പിൾ എടുക്കാം. സാധാരണ കോമൺ ആയിട്ട് എല്ലായിടത്തും കാണുന്ന ഒരു എക്സാമ്പിൾ ആണ് CH3COH അസിറ്റിക് ആസിഡ്. ഇതൊരു വീക്ക് ഇലക്ട്രോലൈറ്റ് ആണ്. ഇതിൻ്റെ ഇൻഫിനൈറ്റ് ഡൈലൂഷനിലെ മോളാർ കണ്ടക്ടിവിറ്റി നമുക്ക് വേണം. നമുക്കിത് ഗ്രാഫിൽ നിന്ന് കിട്ടത്തില്ല. പിന്നെ നമുക്കിതിനെ എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും? ഇത് ഫൈൻഡ് ഔട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് കൊളറാഷ്യസ് ലോ അപ്ലൈ ചെയ്തെങ്കിൽ മാത്രമേ നമുക്കിത് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഒരു എക്സാമ്പിൾ CH3COOK പൊട്ടാഷ്യം അസറ്റേറ്റ് എടുത്തു. അത് HCl-ഉമായിട്ട് റിയാക്ട് ചെയ്യുന്നു. HCl-ഉമായിട്ട് റിയാക്ട് ചെയ്തിട്ട് നമുക്കിവിടെ നിന്ന് കിട്ടുന്നതെന്ന് പറയുന്നത് ഓക്കെ CH3COH പ്ലസ് KCl. ഓക്കെ, CH3COH KCl നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇത് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്, ഇത് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്, ഇതും സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്. ഇതിൻ്റെയൊക്കെ λ0m അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് ആരുടെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും? അസറ്റിക് ആസിഡിനെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അസറ്റിക് ആസിഡിൻ്റെ കണ്ടക്ടിവിറ്റി അറ്റ് ഇൻഫിനൈറ്റ് ഡൈലൂഷൻ എന്ന് പറയുന്നത് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് CH3COK മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് HCl മൈനസ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് KCl പൊട്ടാഷ്യം ക്ലോറൈഡ്. അപ്പം ഇത് രണ്ടിൻ്റെയും ആഡ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് നിന്ന് ഇതിൻ്റെ കണ്ടക്ടിവിറ്റി അറ്റ് ഇൻഫിനൈറ്റ് ഡൈലൂഷൻ സബ്ട്രാക്ട് ചെയ്യുമ്പം നമുക്ക് ആരുടെ കിട്ടും? CH3COH കിട്ടും.
ക്ലിയർ ആയോ? അപ്പം ആപ്ലിക്കേഷൻ സാധാരണ നമുക്ക് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ആയിട്ടാണ് എക്സാമിന് ചോദിക്കാറുള്ളത്. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചിട്ടാണ്, പല പ്രാവശ്യമായിട്ട് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ചെക്ക് ചെയ്തോളൂ നിങ്ങൾ. ക്വസ്റ്റ്യൻ പേപ്പറോ അല്ലെങ്കിൽ ഗൈഡോ അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസോ ക്വസ്റ്റ്യൻ ബാങ്കോ അല്ലെങ്കിൽ വീഡിയോസോ നിങ്ങൾ ക്ലാസ്സോ നോട്ട്സോ എന്ത് വേണമെങ്കിലും നിങ്ങൾ നോക്കിക്കോളൂ. പല പ്രാവശ്യമായിട്ട് ആപ്ലിക്കേഷൻ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ആയിട്ട് തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. സാധാരണ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ എടുത്തിരിക്കുന്നത്. നോക്കിക്കേ, മോളാർ കണ്ടക്ടിവിറ്റി അറ്റ് ഇൻഫിനൈറ്റ് ഡൈലൂഷൻ ഫോർ NaCl, HCl ആൻഡ് CH3CONa നമുക്ക് തന്നിട്ടുണ്ട് വാല്യൂ 126.4, 425.9 ആൻഡ് 91 സീമൻ സെന്റിമീറ്റർ സ്ക്വയർ പെർ മോൾ. സീമൻ എന്ന് പറയുന്നത് SI യൂണിറ്റ് ഓഫ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ആണ്. SI യൂണിറ്റ് ഓഫ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. എന്താ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? λ0 ഓഫ് CH3COH, അതായത് മോളാർ കണ്ടക്ടിവിറ്റി അറ്റ് ഇൻഫിനൈറ്റ് ഡൈലൂഷൻ ഓഫ് CH3COH ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ചെയ്യാൻ പാടില്ലല്ലോ, എളുപ്പമാണല്ലോ അല്ലേ? നമ്മളിപ്പോൾ ഈ പറഞ്ഞു കഴിഞ്ഞ് കാര്യങ്ങൾ തന്നെ നമ്മുടെ മൈൻഡിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാവുന്നതേ ഉള്ളൂ. അതായത് Na പ്ലസ് HCl നമുക്കിവിടെ കിട്ടുന്നത് CH3COH പ്ലസ് NaCl. അങ്ങനെയെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഈക്വൽ മോളാർ കണ്ടക്ടിവിറ്റി കിട്ടാൻ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? അല്ലേ, സിമ്പിളായിട്ട് നമുക്കറിയാം. ഇതിൻ്റെയാണ് നമുക്ക് കിട്ടേണ്ടത്. ഇതേ മൈനസ് ഇത് ചെയ്താൽ മതി അല്ലേ? ഇതിൻ്റെ മോളാർ കണ്ടക്ടിവിറ്റി മൈനസ് ഇതിൻ്റെ മോളാർ കണ്ടക്ടിവിറ്റി, അതായത് പ്ലസ് λ0 ഓഫ് HCl മൈനസ് λ0 ഓഫ് NaCl. ഇത്രയും ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഈക്വൽ ടു λ0 ഓഫ് CH3COH കിട്ടും. അപ്പം CH3COH is equal to CONA. CONAയുടെ നമുക്ക് തന്നിട്ടുണ്ട്. CH3CONAയുടേത്, അതായത് സോഡിയം അസറ്റേറ്റിൻ്റെ വാല്യൂ 91 അല്ലേ? 91 ആണ്. പ്ലസ് HClൻ്റെ വാല്യൂ തന്നിരിക്കുന്നത് 425.9 ആണ്. 425.9 ആണ്. മൈനസ് ആരുടെ വാല്യൂ വരണം? NaClൻ്റെ അല്ലേ? NaClൻ്റെ വാല്യൂ 126.4 ആണ്. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുക, അതിൻ്റെ അകത്ത് ഇത് സബ്ട്രാക്ട് ചെയ്യുക. 390.5 സീമൻ സെന്റിമീറ്റർ സ്ക്വയർ മോൾ റേസ് ടു -1. ക്ലിയർ ആയില്ലേ? ഓക്കെ. അപ്പോൾ ഈ ടൈപ്പ് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് കൂടുതൽ ചെയ്ത് പ്രാക്ടീസ് ആയിക്കോണം കേട്ടോ. കൂടുതൽ ചെയ്ത് പ്രാക്ടീസ് ആയിക്കോണം. ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിക്കുന്നതാണ്. നമ്മുടെ 2 സ്ട്രീമിലും, CBSE സ്ട്രീമും സ്റ്റേറ്റ് ബോർഡ് സ്ട്രീമിലും ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് പല പ്രാവശ്യമായിട്ട് റിപ്പീറ്റ് ചെയ്ത് കാണാറുള്ളതാണ്. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. നമ്മളുടെ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്കിനി മീറ്റ് ചെയ്യാം. കൂടുതൽ ക്വസ്റ്റ്യൻസും കൂടുതൽ വീഡിയോസും ഒക്കെ ആയിട്ട് നമുക്ക് കാണാം. കൊളറാഷസിലൂടെ കൂടുതൽ ആപ്ലിക്കേഷൻസും കൂടുതൽ ന്യൂമറിക്കൽസും ഒക്കെ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ ഓക്കെ, താങ്ക് യു. സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാനും മറന്നു പോകരുതും. അതുപോലെ ചാപ്റ്ററിൻ്റെ കൂടുതൽ ക്വസ്റ്റ്യൻസും വീഡിയോസും അതിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ തന്നേക്കാം, കാണാൻ മറന്നു പോകരുതേ. Okay, thank you.